ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം. ഏസാവിന്റെ, അതായത് ഏദോമിന്റെ വംശാവലി ഇതാണ്. കാനാന്യ സ്ത്രീകളിൽ നിന്നാണ് ഏസാവ് തനിക്ക് ഭാര്യമാരെ സ്വീകരിച്ചത്. ഹിത്യനായ ഏലോനിന്റെ മകൾ ആദ, ഹിവ്യനായ സിബയോനിന്റെ മകളായ ആനായുടെ പുത്രി ഒഹോലിബാമ, ഇസ്മായേലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമായ ബസ്മത്ത് എന്നിവരായിരുന്നു അവർ. ആദ ഏസാവിനായി എലിഫാസിനെ പ്രസവിച്ചു. ബസ്മത്ത് റെവുവേലിനെയും പ്രസവിച്ചു. ഒഹോലിബാമ യവൂഷിനെയും യാലാമിനെയും കോറഹിനെയും പ്രസവിച്ചു. ഇവരാണ് കാനാൻ ദേശത്ത് ഏസാവിനു പിറന്ന മക്കൾ. ഏസാവ് തന്റെ ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും വീട്ടിലുള്ള എല്ലാ ആളുകളെയും തന്റെ കാലിക്കൂട്ടവും സകല മൃഗസമ്പത്തും കാനാൻ ദേശത്ത് താൻ നേടിയ സകല സമ്പാദ്യവും എടുത്ത് സ്വസഹോദരനായ യാക്കോബിൽ നിന്ന് അകലെ ഒരു നാട്ടിലേക്ക് പോയി. കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം അത്ര അധികമായിരുന്നു അവരുടെ സമ്പാദ്യം. അവരുടെ കാലിക്കൂട്ടങ്ങൾ മൂലം അവരെ സംവഹിക്കാൻ അവരുടെ തൽക്കാല വാസഭൂമി അപര്യാപ്തമായിരുന്നു. അതുകൊണ്ട് ഏസാവ് സെയിർ മലയിൽ താമസമാക്കി. ഏസാവ് തന്നെയാണ് ഏദോം. സെയിർ മലയിലെ ഏദോമ്യരുടെ പിതാവായ ഏസാവിന്റെ വംശാവലി ഇതാണ്. ഏസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ്. ഏസാവിന്റെ ഭാര്യ ആദായുടെ മകൻ എലിഫാസ്. ഏസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ മകൻ റൌവേൽ. എലിഫാസിന്റെ പുത്രന്മാരായിരുന്നു തേമാൻ, ഓമർ, സെഫോ, ഗത്താം, കെനസ് എന്നിവർ. ഏസാവിന്റെ മകൻ എലിഫാസിന് തിമ്ന എന്നൊരു ഉപനാരിയുണ്ടായിരുന്നു. അവൾ എലിഫാസിനായി അമലേക്കിനെ പ്രസവിച്ചു. ഇവരാണ് ഏസാവിന്റെ ഭാര്യയായ ആദായുടെ പുത്രന്മാർ. റൌവേലിന്റെ പുത്രന്മാരാണ് നഹത്ത്, സേറഹ്, ഷമ്മ, മിസ എന്നിവർ. ഏസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ മക്കളാണ് ഇവർ. സിബയോനിന്റെ പുത്രിയായ ആനായുടെ മകളും ഏസാവിന്റെ ഭാര്യയുമായ ഒഹോലിബാമയുടെ പുത്രന്മാർ ഇവരാണ്. അവൾ ഏസാവിനായി യവൂഷിനെയും യാലാമിനെയും കോറഹിനെയും പ്രസവിച്ചു. ഏസാവിന്റെ മക്കളുടെ പ്രഭുക്കന്മാർ ഇവരാണ്. ഏസാവിന്റെ ആദിജാതനായ എലിഫാസിന്റെ മക്കൾ തേമാൻ പ്രഭു, ഓമർ പ്രഭു, സെഫോ പ്രഭു, കെനസ് പ്രഭു, കോറഹ് പ്രഭു, ഗത്താം പ്രഭു, അമലേക് പ്രഭു. ഇവരാണ് ഏദോം നാട്ടിൽ എലിഫാസിന്റെ പ്രഭുക്കന്മാർ. ആദായുടെ പുത്രന്മാരാണിവർ. ഏസാവിന്റെ മകനായ റെവുവേലിന്റെ പുത്രന്മാർ നഹത്ത് പ്രഭു, സേറഹ് പ്രഭു, ഷമ്മ പ്രഭു, മിസ പ്രഭു. ഇവയാണ് ഏദോം നാട്ടിൽ റെവുവേലിന്റെ പ്രഭുക്കന്മാർ. ഇവർ ഏസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ മക്കളാണ്. ഏസാവിന്റെ ഭാര്യ ഒഹോലിബാമയുടെ പുത്രന്മാർ ഇവരാണ്. യവൂഷ് പ്രഭു, യലാം പ്രഭു, കോറഹ് പ്രഭു. ഇവരാണ് ഏസാവിന്റെ ഭാര്യയും ആനായുടെ മകളുമായ ഒഹോലിബാമയുടെ പ്രഭുക്കന്മാർ. ഇവരാണ് ഏസാവിന്റെ, അതായത് ഏദോമിന്റെ പുത്രന്മാർ. അവരുടെ പ്രഭുക്കന്മാർ ഇവർ തന്നെ. ഇവർ അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയിർ എന്ന ഹോര്യന്റെ പുത്രന്മാരുമാണ്. ലോത്താൻ, ശോബാൽ, സിബയോൻ, ആന, ദീഷോൻ, എസർ, ദീഷാൻ. ഏദോം നാട്ടിലെ സെയിറിന്റെ പുത്രന്മാരും ഹോര്യ കുലങ്ങളുമാണ് ഇവർ. ലോത്താന്റെ പുത്രന്മാരായിരുന്നു ഹോറിയും ഹേമാമും. ലോത്താന്റെ സഹോദരിയായിരുന്നു തിമ്ന. ശോബാലിന്റെ പുത്രന്മാർ അൽവാൻ, മനഹത്ത്, ഏബാൽ, ഷെഫോ, ഓനാം എന്നിവർ. സിബയോനിന്റെ പുത്രന്മാർ ഇവരാണ്. ആയ, ആന. തന്റെ പിതാവായ സിബയോനിന്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെ. ആനായുടെ മക്കൾ ഇവരാണ്. ദീഷോനും ആനായുടെ പുത്രി ഒഹോലിബാമായും. ദീഷാന്റെ പുത്രന്മാർ ഹെദ്മാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ എന്നിവരായിരുന്നു. എസറിന്റെ പുത്രന്മാർ ഇവരാണ്. ബിൽഹാൻ, സാവാൻ, അക്കാൻ. ദീഷാന്റെ പുത്രന്മാർ ഊസ്, അരാൻ എന്നിവരാണ്. ഹോര്യ കുലങ്ങൾ ഇവയാണ്: ലോത്താൻ കുലം, ശോഭാൻ കുലം, സിബയോൻ കുലം, ആന കുലം, ദീഷോൻ കുലം, എസർ കുലം, ദീഷാൻ കുലം. സെയിർ നാട്ടിൽ ഹോര്യ കുലങ്ങൾ അവരുടെ നേതാക്കൾക്കനുസരിച്ച് ഇവയാണ്. ഇസ്രായേലിയർക്ക് രാജഭരണം ഉണ്ടാകുന്നതിനു മുൻപ് ഏദോം നാട് ഭരിച്ച രാജാക്കന്മാർ ഇവരായിരുന്നു:
ബേയോറിന്റെ മകനായ ബേല ഏദോമിൽ ഭരിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേര് ദിൻഹബ എന്നായിരുന്നു. ബേല മരിച്ചപ്പോൾ അവന്റെ സ്ഥാനത്ത് ബൊസ്രായിൽ നിന്നുള്ള സേറഹിന്റെ മകൻ യോബാബ് ഏദോമിൽ ഭരിച്ചു. യോബാബ് മരിച്ചപ്പോൾ അവന്റെ സ്ഥാനത്ത് തേമാന്യ ദേശത്തു നിന്നുള്ള ഹൂഷാം രാജാവായി. ഹൂഷാം മരിച്ചപ്പോൾ അവന്റെ സ്ഥാനത്ത് ബെദാദിന്റെ പുത്രനായ ഹദാദ് രാജാവായി. അവൻ മൊവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേര് അവിത്ത് എന്നായിരുന്നു. ഹദാദ് മരിച്ചപ്പോൾ അവന്റെ സ്ഥാനത്ത് മസ്രേക്കായിലെ സംല രാജാവായി. സംല മരിച്ചപ്പോൾ അവന്റെ സ്ഥാനത്ത് റഹോബോത്ത് ഹന്നഗാറിലെ സാവൂൾ രാജാവായി. സാവൂൾ മരിച്ചപ്പോൾ അവന്റെ സ്ഥാനത്ത് അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ രാജാവായി. അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ മരിച്ചപ്പോൾ ഹദാർ അവന്റെ സ്ഥാനത്ത് രാജാവായി. അവന്റെ പട്ടണത്തിന്റെ പേര് പാവു എന്നായിരുന്നു. അവന്റെ ഭാര്യയുടെ പേര് മെഹേത്തബേൽ എന്നായിരുന്നു. അവൾ മത്രേദിന്റെ പുത്രിയും മെസാഹാബിന്റെ പൗത്രിയുമായിരുന്നു. തങ്ങളുടെ വംശങ്ങളും സ്ഥലങ്ങളും പേരുകളും അനുസരിച്ച് ഏസാവിന്റെ കുലനാമങ്ങൾ ഇവയാണ്: തിമ്ന കുലം, അൽവ കുലം, യത്തെത് കുലം, ഒഹോലിബാമ കുലം, ഏലാ കുലം, പിനോൻ കുലം, കെനസ് കുലം, തേമാൻ കുലം, മിബ്സാർ കുലം, മഗ്ദിയേൻ കുലം, ഈറാം കുലം. തങ്ങളുടെ അവകാശമായ നാട്ടിലെ താമസസ്ഥലം അനുസരിച്ച് ഏദോമിന്റെ കുലങ്ങൾ ഇവയായിരുന്നു. ഏദോമ്യരുടെ പൂർവികനാണ് ഏസാവ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം. യാക്കോബ് തന്റെ പിതാവിന്റെ വിപ്രവാസ നാടായിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു. ഇതാണ് യാക്കോബിന്റെ വംശചരിത്രം. ജോസഫ് 17 വയസ്സുള്ളപ്പോൾ തന്റെ സഹോദരന്മാരോടൊപ്പം ആടുമേയ്ക്കുകയായിരുന്നു. അവൻ തന്റെ പിതാവിന്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽഫായുടെയും മക്കളുടെ കൂടെ സഹായിയായി കഴിഞ്ഞിരുന്നു. അവരെ പറ്റിയുള്ള ദുർവാർത്ത ജോസഫ് പിതാവിന്റെ പക്കലെത്തിച്ചു. ജോസഫിനെ ഇസ്രായേൽ തന്റെ മറ്റെല്ലാ മക്കളെയുംക്കാൾ അധികം സ്നേഹിച്ചിരുന്നു. കാരണം തന്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു അവൻ. കൈയുള്ള ഒരു നീളനങ്കി അദ്ദേഹം അവനു വേണ്ടി ഉണ്ടാക്കി. തങ്ങളുടെ പിതാവ് അവനെ അവന്റെ സഹോദരന്മാർ എല്ലാവരെയും കാൾ സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടു. അതുകൊണ്ട് അവർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. അവൻ തന്റെ സഹോദരന്മാരോട് വിവരിച്ചപ്പോൾ അവർ അവനെ വീണ്ടും കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ ഈ സ്വപ്നം കേട്ടാലും. ഇതാ, നമ്മൾ പാടത്ത് കറ്റകൾ കെട്ടുകയായിരുന്നു. അപ്പോൾ ഇതാ, എന്റെ കറ്റ എഴുന്നേറ്റു, മാത്രമല്ല അത് നിവർന്നു നിന്നു. ഇതാ, നിങ്ങളുടെ കറ്റകൾ ചുറ്റും വന്ന് എന്റെ കറ്റയെ താണു വണങ്ങി. അവന്റെ സഹോദരന്മാർ അവനോട് ചോദിച്ചു, നീ ഞങ്ങളുടെ മേൽ രാജാവായിരിക്കുമെന്നു തന്നെയാണോ? അതോ നീ ഞങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുമെന്നു തന്നെയാണോ? അവന്റെ സ്വപ്നങ്ങളും വാക്കുകളും കാരണം അവർ അവനെ വീണ്ടും കൂടുതലായി വെറുത്തു. അവന് വീണ്ടും മറ്റൊരു സ്വപ്നമുണ്ടായി. അവൻ അത് തന്റെ സഹോദരന്മാരോട് വർണ്ണിച്ചു. അവൻ പറഞ്ഞു, നോക്കൂ, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. ഇതാ, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങുന്നു. അവൻ ഇത് തന്റെ പിതാവിനോടും തന്റെ സഹോദരന്മാരോടും വർണ്ണിച്ചപ്പോൾ അവന്റെ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു, ഇതെന്ത് സ്വപ്നമാണ് നീ കണ്ടത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ നിലംപറ്റി താണുവണങ്ങാൻ വരിക തന്നെ വേണമെന്നു. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയയായി. അവന്റെ പിതാവാകട്ടെ ഇക്കാര്യം ശ്രദ്ധയിൽ വെച്ചു. അവന്റെ സഹോദരന്മാർ തങ്ങളുടെ പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ ശെക്കെമിൽ പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ശെക്കെമിൽ മേയ്ക്കുകയല്ലേ? വരൂ, അവരുടെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കാം. അവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാ ഞാൻ. അപ്പോൾ അദ്ദേഹം അവനോട് പറഞ്ഞു, നീ പോയാലും നിന്റെ സഹോദരന്മാരുടെ ക്ഷേമവും ആട്ടിൻപറ്റത്തിന്റെ ക്ഷേമവും അന്വേഷിക്കുക. എന്നിട്ട് എന്റെ പക്കൽ വിവരം എത്തിക്കണം. അദ്ദേഹം അവനെ ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി. അവൻ ശെക്കെമിലേക്ക് പോയി. അവൻ അതാ വയലിൽ അലയുകയായിരുന്നു. അപ്പോൾ ഒരാൾ അവനെ കണ്ടു. അയാൾ അവനോട് തിരക്കി, നീ എന്താണ് അന്വേഷിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ്. അവർ എവിടെയാണ് മേയ്ക്കുന്നത് എന്ന് എന്നോട് സദയം പറഞ്ഞു തരിക. അയാൾ പറഞ്ഞു, അവർ ഇവിടെ നിന്ന് നീങ്ങി, കാരണം നമുക്ക് ദോത്താനിലേക്ക് പോകാം എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു. തന്റെ സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി. ദോത്താനിൽ അവൻ അവരെ കണ്ടുമുട്ടി. ദൂരെ വച്ചു തന്നെ അവർ അവനെ കണ്ടു.
അവൻ അവരുടെ അടുത്തെത്തും മുമ്പേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, അതാ വരുന്നു സ്വപ്നങ്ങളുടെ വിദ്വാൻ. വരുവിൻ, ഇപ്പോൾ തന്നെ നമുക്ക് അവനെ കൊല്ലാം. എന്നിട്ട് അവനെ കുഴികളിലൊന്നിൽ എറിയാം. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുവെന്ന് പറയുകയും ചെയ്യാം. അവന്റെ സ്വപ്നങ്ങൾക്ക് എന്തു സംഭവിക്കുമെന്ന് നമുക്ക് കാണാമല്ലോ. റൂബൻ ഇതു കേട്ടു. അയാൾ അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അയാൾ പറഞ്ഞു, നമുക്ക് ജീവൻ നശിപ്പിക്കേണ്ട. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് അവന്റെ പിതാവിന് തിരിച്ചേൽപ്പിക്കേണ്ടതിന് റൂബൻ അവരോട് പറഞ്ഞു, നിങ്ങൾ രക്തം ചിന്തരുത്. അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക. എന്നാൽ അവന്റെ മേൽ നിങ്ങൾ കൈവയ്ക്കരുത്. അതിനാൽ ജോസഫ് തന്റെ സഹോദരന്മാരുടെ അടുത്തെത്തിയപ്പോൾ അവർ ജോസഫിൽ നിന്ന് അവന്റെ അങ്കി, അവന്റെ മേലുണ്ടായിരുന്ന കൈനീളൻ അങ്കി തന്നെ ഊരിയെടുത്തു. എന്നിട്ട് അവർ അവനെ എടുത്ത് ആ കുഴിയിലേക്ക് എറിഞ്ഞു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു. അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തങ്ങളുടെ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോൾ അതാ ഗിലയാദിൽ നിന്ന് ഇസ്മായേല്യരുടെ ഒരു കച്ചവട സംഘം വരുന്നു. തങ്ങളുടെ ഒട്ടകങ്ങൾ സംവഹിച്ചിരുന്ന സുഗന്ധപ്പശയും പരിമളദ്രവ്യങ്ങളും കുന്തുരുക്കവും ഈജിപ്തിലേക്ക് കൊണ്ടുപോകാനായി അവർ നടന്നു നീങ്ങുകയായിരുന്നു. അപ്പോൾ യൂദാ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം നാം മറച്ചു വെച്ചത് കൊണ്ട് എന്തു ലാഭം? വരുവിൻ, നമുക്ക് അവനെ ഇസ്മായേല്യർക്ക് വിൽക്കാം. നമ്മുടെ കൈ അവനെതിരെ വേണ്ട. കാരണം അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവന്റെ സഹോദരന്മാർ അത് അനുസരിച്ചു. അവർ ജോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റിയപ്പോഴേക്കും മിദിയാൻകാരായ ആ കച്ചവടക്കാർ കടന്നു വന്നു. ആ ഇസ്മായേല്യർക്ക് 20 വെള്ളിക്കാശിന് ജോസഫിനെ വിറ്റു. അവർ ജോസഫിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. കുഴിയുടെ അടുത്തേക്ക് റൂബൻ തിരിച്ചു ചെന്നപ്പോൾ അതാ ജോസഫ് കുഴിയിൽ ഉണ്ടായിരുന്നില്ല. അയാൾ തന്റെ വസ്ത്രം വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് മടങ്ങിയെത്തി. അയാൾ പറഞ്ഞു, കുട്ടി അവിടെ ഇല്ലല്ലോ. ഞാൻ ഇനി എങ്ങോട്ട് പോകും? അവർ ജോസഫിന്റെ അങ്കി എടുത്തു. ഒരു മുട്ടാടിനെ അറുത്ത് അങ്കി രക്തത്തിൽ മുക്കി. അവർ കൈനീളൻ അങ്കി കൊടുത്തയച്ചു. അത് അവരുടെ പിതാവിന്റെ അടുക്കൽ എത്തിച്ചവർ പറഞ്ഞു, ഇത് ഞങ്ങൾ കണ്ടെത്തി. ഈ കുപ്പായം അങ്ങയുടെ മകന്റേതാണോ അല്ലയോ എന്ന് പരിശോധിച്ചാലും. അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്റെ മകന്റെ കുപ്പായം. ഏതോ ദുഷ്ടമൃഗം ജോസഫിനെ തീർച്ചയായും കടിച്ചു കീറി തിന്നതു തന്നെ. യാക്കോബ് തന്റെ വസ്ത്രം വലിച്ചു കീറി അരയിൽ ചാക്കുടുത്തു. വളരെ നാൾ തന്റെ മകനെ കുറിച്ച് വിലപിച്ചു. അദ്ദേഹത്തിന്റെ പുത്രിപുത്രന്മാരെല്ലാവരും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആശ്വസിപ്പിക്കപ്പെടാൻ വിസമ്മതിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വിലപിച്ചുകൊണ്ട് തന്നെ എന്റെ മകന്റെ അടുത്തേക്ക് പാതാളത്തിലേക്ക് ഞാൻ ഇറങ്ങും. അദ്ദേഹം തന്റെ മകനെ ഓർത്ത് കരഞ്ഞു. മിദിയാൻകാരാകട്ടെ അവനെ ഈജിപ്തിൽ ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫറിന് വിറ്റു. 30-ാം സങ്കീർത്തനം. കർത്താവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും. എന്തെന്നാൽ അങ്ങ് എന്നെ കരകയറ്റി. അങ്ങ് എന്റെ ശത്രുക്കളെ എന്നെ പ്രതി സന്തോഷിപ്പിച്ചില്ല. എന്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയോട് സഹായത്തിനായി കേണു. അങ്ങ് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അങ്ങ് എന്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്ന് കയറ്റി. ഗർത്തത്തിൽ താണവരുടെ ഇടയിൽ നിന്ന് അങ്ങ് എന്നെ ജീവിപ്പിച്ചു. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ. അവിടുത്തെ വിശുദ്ധ സ്ഥലത്തിന്റെ സ്മരണയ്ക്ക് കൃതജ്ഞതയർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നൈമിഷികമാണ്, അവിടുത്തെ സംപ്രീതിയിലാണ് ജീവൻ. രാത്രിയിൽ ദുഃഖം ചേക്കേറുന്നു, ആനന്ദപ്രകടനം പ്രഭാതത്തിൻ്റെതാണ്. ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല എന്ന് എന്റെ സൗഭാഗ്യത്തിൽ ഞാൻ പറഞ്ഞു. കർത്താവെ, അങ്ങയുടെ പ്രസാദത്തിൽ അങ്ങ് എന്റെ മലയെ ബലവത്തായി നിർത്തി. അങ്ങ് മുഖം മറച്ചപ്പോഴാകട്ടെ ഞാൻ പരിഭ്രാന്തനായി പോയി. കർത്താവെ, അങ്ങയോട് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ നാഥനോട് ഞാൻ കനിവിരക്കുന്നു. എന്റെ രക്തം കൊണ്ട് കുഴിയിലേക്കുള്ള എന്റെ ഇറക്കം കൊണ്ട് എന്തു പ്രയോജനം? ധൂളി അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുമോ? അത് അങ്ങയുടെ വിശ്വസ്തത വർണ്ണിക്കുമോ? കർത്താവെ, അങ്ങ് കേട്ട് എന്നിൽ കനിയണമേ. കർത്താവെ, എനിക്ക് സഹായകനായിരിക്കണമേ. അങ്ങ് എന്റെ വിലാപം എനിക്ക് നൃത്തമായി മാറ്റിയിരിക്കുന്നു. എന്റെ ചാക്കുവസ്ത്രം അഴിച്ചുമാറ്റി എന്നെ സന്തോഷം അണിയിച്ചു. തന്മൂലം അന്തരാത്മാവ് അങ്ങേക്ക് കീർത്തനം ആലപിക്കും. അത് മൗനമായിരിക്കുകയില്ല. എന്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങേക്ക് എന്നേക്കും കൃതജ്ഞതയർപ്പിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ.
യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. ക്ഷണിക്കപ്പെട്ടവരെ വിവാഹ വിരുന്നിന് വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ, ഇതാ എന്റെ വിരുന്ന് ഞാൻ ഒരുക്കിയിരിക്കുന്നു. എന്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്നിരിക്കുന്നു. എല്ലാം തയ്യാറായി കഴിഞ്ഞു. വിവാഹ വിരുന്നിന് വരിക. എന്നാൽ അവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറായിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹവസ്ത്രമില്ലാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ